കൊല്ലം തങ്കശ്ശേരി ആൽത്തറമൂട്ടിൽ വൻ തീപിടുത്തം. 2 വീട് പൂർണ്ണമായും 4 വീടുകൾ ഭാഗികമായും അഗ്നിക്കിരയായി. ആൽത്തറമൂട് തങ്കശ്ശേരി റോഡിൽ വെസ്റ്റ് കുളങ്ങര കുളത്തിന് സമീപമാണ് തീപിടുത്തമുണ്ടായത്. ഞങ്ങളോട് രക്ഷപ്പെട്ട് ഇപ്പൊ ഞങ്ങൾക്ക് വീടുമില്ല. ഒരു ഉടുക്കത്ത് ഈ ഉടുത്തിരിക്കുന്ന മുടുത്തൂടി മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കൊന്നും എന്നെ പറ്റുപോയിട്ട് സങ്കടമല്ല. അവരുടെ ബുക്കും ബാഗും എല്ലാം കത്തിപ്പോയെന്ന് പറഞ്ഞ് അവരിരുന്ന് കരയുന്നത്. ഞങ്ങൾക്കൊന്നുമില്ല. ഇനി ഞങ്ങൾ എവിടെ പോയി കിടക്കി? ഇത്രയും നാള് ഞങ്ങളെ പുടിയുടെ അതിനകത്ത് കടന്ന് ജീവിച്ചത്. എന്നെ പോവാനില്ലാത്തോണ്ടാ ഞങ്ങൾ അതീതായാലും മാത്രമായാലും എല്ലാത്തിലും കടന്ന് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ഇനി എനിക്ക് ഒന്നും പറയാനില്ല. എന്റെ കാല് വയ്യാത്ത ഒരു മനുഷ്യൻ ഒരു തോർത്ത് കൊടുത്ത് അവിടെ കുത്തിയിരിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെയാണ് സംഭവം. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക വിവരം. പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ തീ ആളിക്കത്തുകയും സമീപത്തെ വീടുകളിലേക്ക് പടരുകയുമായിരുന്നു. കൈക്കുളങ്ങര സ്വദേശികളായ മുരുകൻ, അനി, കൃഷ്ണൻകുട്ടി എന്നിവരുടെ വീടാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. കുഞ്ഞുങ്ങളെ അച്ഛൻ മികലാകന അച്ഛനെല്ലാം പൊക്കിട്ടാണ് വെളിയോട്ട് വന്നപ്പോഴത്തേക്ക് അങ്ങോട്ട് അടുക്കാനൊക്കാത്ത ഒരു കണ്ടീഷനാണ്. പെട്ടെന്ന് ഞങ്ങൾ കുഞ്ഞുങ്ങളെല്ലാം വാരിയിട്ട് സുഖത്തോട്ട് ഓടുകയായിരുന്നു. ഓടി തിരിച്ചങ്ങോട്ട് ചെന്നിട്ടും നമുക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല. ആ ഇതിൽ പിന്നെ തീ എല്ലാ ഭാഗത്തോടും വളർന്ന് പിടിക്കുകയായിരുന്നു. വീട് പൂർണ്ണമായി കത്തിയോ? വീട് പൂർണ്ണമായി കത്തി. ഒരു പേപ്പർ കൊണ്ട് എടുക്കാൻ പറ്റിയില്ല, ഒരു ഷർട്ട് കൊണ്ട് എടുക്കാൻ പറ്റിയില്ല. തീ പടർന്നു പിടിച്ച സമയം വീടിനുള്ളിലായിരുന്ന ഭിന്നശേഷിക്കാരനായ കൃഷ്ണൻകുട്ടിയെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്നാണ് പുറത്തെത്തിച്ചത്. മൂതാക്കര സ്വദേശി ശാന്തിയുടെ വീട്ടിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം. ഇവിടുത്തെ 2 പാചകവാതക സിലിണ്ടറുകൾ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. മുരുകന്റെ വീട്ടിലാണ് ആദ്യം തീപിടിച്ചത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. സംഭവ സമയത്ത് വീട്ടുകാരെല്ലാം പുറത്തായിരുന്നു. ഷീറ്റും ആസ്പെറ്റോസും ഉപയോഗിച്ച് നിർമ്മിച്ച വീടുകളാണ് കത്തി നശിച്ചത്. മുറിക്കാതിരിക്കുമായിരുന്നു കിഴക്കുവശത്ത്. അപ്പൊ ഉടനെ കുഞ്ഞൊന്ന് ഓർഗാനിച്ച്. അപ്പൊ ഞാൻ ഇങ്ങനെ മലന്ന് നോക്കിയപ്പോ കറുത്ത് പോകും, ഉരുണ്ട് കയറുന്നു. അങ്ങനെ ഞാൻ ഓടി ഇറങ്ങി നോക്കി. ഇറങ്ങി ഞാൻ മോളെ എടുത്തോണ്ട് ഇറങ്ങിയിട്ട് അന്നാ തീയത്തി ആളി കത്തുന്നു, അപ്പുറത്തും ആളി കത്തുന്നു. എല്ലാരും ഇറങ്ങി ഓടെന്ന് പറഞ്ഞു. അപ്പോഴത്തെ ഇവര് വെള്ളമിടുന്നു പറഞ്ഞു. വെള്ളത്തിൽ നിൽക്കത്തില്ല ഇത്. അപ്പോഴത്തെ നമ്മുടെ വീട്ടിൻ്റെ മുകളിലോട്ടും ആളി കത്തി, അപ്പുറത്തോട്ടും അങ്ങനെ കത്തി പടർന്ന്. അപ്പോഴത്തെ ഞാൻ 3 കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഓടി പടിക്ക് മേളിൽ വന്നപ്പോഴത്തേക്കിന് ഭയങ്കരമായ ഒരു പൊട്ടൽ. അപ്പോൾ അതെന്തോ ഗ്യാസ് പൊട്ടിയതാ. ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. എന്നിട്ട് ഞാൻ പെട്ടെന്ന് എനിക്ക് ഒരു ഓർമ്മ വന്നു. അച്ഛൻ ആ റൂമിൽ കിടക്കുക അകത്ത്. ഞാൻ പറഞ്ഞു, അയ്യോ എൻ്റെ അച്ഛനെ ആരെങ്കിലും എടുത്തോണ്ട് പോയി എടുക്കണം. ഇഴഞ്ഞു വരുന്ന ആളാ, നടക്കത്തില്ല. ഗാർഹിക ഉപകരണങ്ങളെല്ലാം കത്തിച്ചാമ്പലായി. ആളപായമുണ്ടായില്ല. ചാമക്കട, കടപ്പാക്കട എന്നീ ഫയർ സ്റ്റേഷനുകളിൽ നിന്ന് 3 യൂണിറ്റ് വീതവും കൊട്ടാരക്കര, ചവറ എന്നിവിടങ്ങളിൽ നിന്നായി 8ഓളം ഫയർ യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. രക്ഷാപ്രവർത്തനം 2 മണിക്കൂറിലേറെ നീണ്ടു. വൻ പോലീസ് സന്നാഹവും സ്ഥലത്തെത്തിയിരുന്നു. ജില്ലാ കളക്ടറും മേയറും സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി.